ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നുള്ള അതിജീവന പോരാട്ടവേദിയുടെ മുന്നറിയിപ്പിനെ നിശബ്ദമായി വിമർശിച്ച കിസാൻ സഭ സംസ്ഥാന നേതൃത്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഗുണകരമായ നിയമം നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനുമാണ് കർഷക ദ്രോഹ ശക്തികൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നതെന്നും ഭീഷണിപ്പെടുത്തുന്നതെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. കേരള നിയമസഭ പാസാക്കിയ 1964 ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെച്ച ഗവർണറുടെ നടപടി സ്വാഗതാർഹമാണെന്നും ചട്ടങ്ങൾ എത്രയും വേഗം രൂപീകരിച്ച് ഇത് നടപ്പിൽ വരുത്തണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അഭ്യർത്ഥിച്ചു. ചട്ടങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഗുണകരമായ ഈ നിയമം നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനും കർഷക ദ്രോഹ ശക്തികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ തരത്തിൽ മലയോര ജനതയെ ദ്രോഹിക്കേണ്ടതായ യാതൊരു കാര്യവും ഈ ശക്തികൾക്കില്ലായിരുന്നു. ഇപ്പോഴും അവർ പറയുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ്. നിയമം ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനും വേണ്ടി ഗവൺമെന്റ് നടത്തിയ പരിശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നിയമ ഭേദഗതിയിലൂടെ 64 പിഴവ് തികത്തുകയും അതോടൊപ്പം തന്നെ മുൻകാല പ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ ഗവൺമെന്റിന് സൗകര്യം ലഭിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ചട്ടങ്ങൾ രൂപീകരിക്കണം. ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനു മുമ്പ് കർഷക സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തുന്നത് സംശയ നിവാരണത്തിന് ഉചിതമായിരിക്കുമെന്നും അതിന് തയ്യാറാകണമെന്നും മാത്യു വർഗീസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.